ഹായ് മക്കള്, വെറുതെ ഞാൻ സീക്രട്ട് ഏജന്റ് കളിക്കല്ല, ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നപ്പം ചാടി കയറി വന്നതാണ്. നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ HSCAPന്റെ വെബ്സൈറ്റിലേക്ക് പോവുക. school.hscap.kerala.gov.in എന്നാണ് നമ്മളെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. നിങ്ങൾക്ക് അക്ഷയ സെന്റർ വഴിയാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓല് നിങ്ങൾക്ക് ഒരു പ്രിന്റ് ഔട്ട് തന്നിട്ട് അതിൽ എഴുതി തന്നിട്ടുണ്ടാവും. ആ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ ജില്ല കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് റിസൾട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയെന്ന് പറയും. പ്രത്യേകം ശ്രദ്ധിക്കുക. പോയിട്ട് നാളെ തന്നെ ആ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാൻ പറ്റൂല. ട്രയൽ അലോട്ട്മെന്റ് കൊണ്ട് എന്ത് തേങ്ങയാണ് കിട്ടുക എന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഇതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ മുമ്പ് കൊടുത്തിരുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. അതായത് ചില ആൾക്കാർക്ക് ഇപ്പം ബയോസയൻസ് ആയിരിക്കും ഇഷ്ടം. അവരെന്താ ചെയ്യുക, ഫുള്ള് ഫസ്റ്റത്തെ ഓപ്ഷൻ മൊത്തം ബയോസയൻസ് കൊടുക്കുന്നതിന് പകരം ആദ്യത്തെ ഓപ്ഷൻ ആ സ്കൂളിൽ ബയോസയൻസ്, പിന്നെ രണ്ടാമത് അതേ ഓപ്ഷൻ അതേ സ്കൂളിൽ ചിലപ്പോൾ കൊമേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, അതേ സ്കൂളിൽ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. സോ ഇതൊക്കെ വേണമെങ്കിൽ മാറ്റാം. ആ ആൾക്കാർക്ക് ചിലപ്പം കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് എന്താക്കാം, ഫുള്ള് ആദ്യം ബയോസയൻസ് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ഫുള്ള് കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ കൊമേഴ്സ് കൊടുക്കാം, ഹ്യൂമാനിറ്റീസ് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ മാറ്റാം, കോഴ്സ് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജാതി വിവരങ്ങൾ ആഡ് ചെയ്യാം, നിങ്ങളെ താലൂക്കിന്റെ വിവരങ്ങളോ പഞ്ചായത്തിന്റെ വിവരങ്ങളോ ഇതൊക്കെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബോണസ് പോയിന്റ് അതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എഡിറ്റുകൾ എന്തൊക്കെ വരുത്താണ്ടോ അതൊക്കെ ഈ സമയത്ത് എഡിറ്റ് വരുത്താം. സോ ഗൈസ്, ഒരു കാരണം കൊണ്ട് പേടിക്കരുത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ആലോചിച്ചിട്ട് ജൂൺ 10-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. നല്ലോണം ചിന്തിച്ചിട്ട് ആരോടെങ്കിലും ചോദിച്ച ശേഷം മാത്രം എഡിറ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ അക്ഷയ പോയിട്ട് എഡിറ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയ ഈ അലോട്ട്മെന്റ് കൊണ്ടല്ല, അത് ജൂൺ 15-ന് നടക്കുന്ന അലോട്ട്മെന്റ് കൊണ്ടാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ എജുപോർട്ടിന്റെ പുതിയ ചാനലിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. സോ എല്ലാവരും പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇനി അഥവാ ആരെങ്കിലും ഒരാൾ യൂസർ നെയിമും പാസ്വേഡും മറന്നിട്ടുണ്ടെങ്കിൽ പേടിക്കരുത്. നിങ്ങളുടെ ഓപ്ഷനിൽ നിങ്ങളെ പ്രൊഫൈലിൽ ഉണ്ടാവും ഗെറ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും കേട്ടോ, ആ HSCAPന്റെ വെബ്സൈറ്റിൽ. സോ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ പറയും. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. ബൈ.